ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല രുചിയുള്ളൊരു ദോശയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ദോശ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഈ സോഫ്റ്റ് ദോശ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ ഈ ഒരു ദോശ തയ്യാറാക്കിയെടുക്കുന്നത് ഗോതമ്പ് പൊടിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് ഇഷ്ടമുള്ള ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ ഉപയോഗിക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ദോശ നല്ലതുപോലെ മുരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഇതിപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കോഴിമുട്ടയാണ്. 1-2 മുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ അരച്ചെടുക്കുന്ന ടൈമിൽ മുട്ട ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുന്നതിനേക്കാൾ നല്ലത് അരച്ചെടുത്തതിന് ശേഷം മുട്ട ഇതുപോലെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോഴായിരിക്കും കേട്ടോ. മുട്ട ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ദോശയ്ക്കുള്ള ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. നമ്മൾ 1 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ റെഡിയാക്കി എടുത്താൽ മതി. ഇനി ദോശ റെഡിയാക്കി എടുക്കേ വേണ്ടൂ. ചൂടായ പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുത്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ കഴിയൂ. മുകൾ ഭാഗം ഇതുപോലെ ഡ്രൈ ആയിട്ട് വരുമ്പോൾ അല്പം ഓയിലോ ബട്ടറോ നെയ്യോ നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ടും അല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മളിത് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ഇതുപോലെ പൊങ്ങി വരും. ഇനി നമുക്കിത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ദോശ കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ദോശയും നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ കൂടുതൽ ചൂടായ തവയിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടായ തവയിലേക്ക് മാത്രമേ മാവ് ഒഴിച്ച് കൊടുക്കാവൂ. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദോശ മുഴുവനും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈ ദോശ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല രുചിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഈ ദോശ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.